أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. ومن يطع الله ورسوله فقد فاز فوزا عظيما. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ യാസിർ ദൗസരിയാണ് സംസാരിച്ചത്, ഖുതുബ ഓതിയത്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ളതായ കടപ്പാടും അള്ളാഹു റസൂലിനോടുള്ളതായ അനുസരണവും ഏത് രൂപത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ച് ഖുർആനും തിരുസുന്നത്തും ചർച്ച ചെയ്തതായ ഭാഗങ്ങളായിരുന്നു അദ്ദേഹം ഇന്ന് വിശദീകരിച്ചത് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ. അതെ, ഈ വിശുദ്ധ ഭൂമിയിൽ അഥവാ അദ്ദേഹം സംസാരിക്കുന്ന വിശുദ്ധ മക്കയിൽ പണ്ടൊരു കാലഘട്ടത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രഭ അവിടെ വ്യാപകമാവുകയും അത് ലോകത്തിലേക്ക് ആസകലം എത്തുകയും ചെയ്യുകയും ആകാശവും ഭൂമിയുമായുള്ളതായ ബന്ധം അതിലൂടെ ഉണ്ടാവുകയും മുമ്പ് കഴിഞ്ഞു പോയതായ നബിമാരും മുർസലുകളും അവരുടെ പരിപൂർണത കുറിക്കുന്നതായ നമ്മുടെ അനുശിതി നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ബിഅസത്ത് അവിടെ വെച്ച് ഉണ്ടാവുകയും ചെയ്തു. അതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സ്റ്റാൻഡേർഡ് ഉയരാനും അവർക്ക് നുബുവത്ത് ലഭിക്കാനും അവർക്ക് ബിഅസത്ത് ലഭിക്കുവാനും അവർക്ക് ഖുർആൻ ഇറങ്ങുവാനും അവരിലൂടെ ലോകം ഈ സത്യം മനസ്സിലാക്കാനും അവരിലൂടെ സത്യം കണ്ടെത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സെലക്ട് ചെയ്തതായ ആ കാഴ്ച, ആ മഹാസംഭവം ലോകം കണ്ടത് വിശുദ്ധ മക്കയിലൂടെയാണ്. 1400 പരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ ആ ഖുർആനിനെ, ആ ഗ്രന്ഥത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ വിശദീകരിച്ചതായ പല ശൈലികൾ മക്ക ഇമാം ഓതുകയുണ്ടായി. അതിൽപ്പെട്ടതാണ് കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. ഈ ഗ്രന്ഥം അസാധാരണ ഗ്രന്ഥമാണ്, അത്ഭുത ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല ശൈലികളും പല രൂപങ്ങളും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിലൂടെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം. അതിൽപ്പെട്ടതാണ് കിതാബുൻ ഉഹ്കിമത് ആയാതുഹു. ഈ ഗ്രന്ഥം, നിങ്ങളുടെ മുമ്പിലുള്ളതായ ഈ ഗ്രന്ഥം, അല്ലാഹു ഇറക്കിയതായ ഈ ഗ്രന്ഥം, അതിന്റെ ആയാത്തുകൾ മുഹ്കമാത്തുകളാണ്, അഥവാ ആശയഭദ്രതയുള്ളതായ ആയാത്തുകളാണ്. അപ്രകാരം തന്നെ സുമ്മ ഫുസ്സിലത്, അങ്ങനെയുള്ളതായ ആയാത്തുകളെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, ഷിട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതിനെ തഫ്സീല് ചെയ്ത് അതിനെ വിശദീകരിച്ച് തന്നതായ ഗ്രന്ഥവും കൂടിയാണ്. ഹക്കീമായ, ഖബീറായ, അഗ്രഗണ്യനായ, സൂക്ഷ്മജ്ഞാനിയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിൽ നിന്നിട്ട് ഇറങ്ങിയതായ ഗ്രന്ഥമാണത്. അങ്ങനെയുള്ളതായ ഗ്രന്ഥത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇറക്കിയും കൊണ്ട് ലോകത്തിന് കാഴ്ചവെച്ചതായ ഈ മതം, ഈ ദീൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുമായിട്ട് ഷിട്ടികൾക്ക് ബന്ധം വേണമെങ്കിൽ ആ ബന്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഴിയിൽ വെച്ചുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിത്തന്ന രൂപത്തിലല്ലാതെ, പറഞ്ഞു തന്ന രൂപത്തിലല്ലാതെ, പഠിപ്പിച്ചെന്ന രൂപത്തിലല്ലാതെ നാം അല്ലാഹുവിനെ ആരാധിക്കാൻ പാടില്ല എന്ന നിബന്ധന വെക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ മെയിൻ തത്വങ്ങളിൽപ്പെട്ടതാണ് 2 നിബന്ധന വെക്കാതെ രൂപത്തിൽ നമ്മുടെ ഇബാദത്തുകളൊന്നും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുന്നതല്ല. അത് ഖുർആൻ സ്ഥാപിച്ചതായ യാഥാർത്ഥ്യമാണ്. ആ 2 നിബന്ധനകളിൽ ഒന്നാമത് അല്ലാഹുവിന് മാത്രമായിരിക്കുക എന്നതായ ഇഖ്ലാസുൽ ഉബൂദിയ്യത്തിലില്ല. ഇബാദത്ത് ആദ്യമായിട്ട് അത് അല്ലാഹുവിന് മാത്രമായിരിക്കുക, ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കതയോടുകൂടി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന് ചെയ്യുന്നതായ ഇബാദത്തായി മാറുക. രണ്ടാമത്തത്, ആ ചെയ്യുന്നതായ എല്ലാ ഇബാദത്തുകൾ അല്ലാഹുവിന് നാം ചെയ്യുന്നതായ സന്ദർഭത്തിൽ നമ്മുടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ശൈലിയിലൂടെയും അവരോടുള്ളതായ ഇത്തിബാഅോട് കൂടിയും അവരോടുള്ളതായ അനുകരണത്തോടു കൂടിയും അനുസരണത്തോടു കൂടിയും ആവുക എന്നല്ലാതെ ഇഷ്ടാനുസരണം, നമ്മുടെ ഇഷ്ടാനുസരണം നാം വല്ലതും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അല്ലാഹു തള്ളുന്നതാണ്, അല്ലാഹു സ്വീകരിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് എന്താണോ അത് നാം നടപ്പാക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് അല്ലാഹു തീരുമാനിച്ചു. ആ കൽപ്പന ഖുർആനിലൂടെ
നമുക്ക് അറിയിച്ചു തരുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതായ കാര്യങ്ങൾ എന്താണോ അവകളെല്ലാം നാം വിട്ടുനിൽക്കണം എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഖുർആനിലൂടെ പഠിപ്പിക്കുകയും ചെയ്തു. അതാണ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ളതായ ആ പിന്തുടർച്ച. അത് നിർബന്ധ ബാധ്യതയാണ്. 30ഓളം തവണ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു തഅത്തുല്ലാഹി തഅത്തു റസൂലിനോട് ഘടിപ്പിച്ച് പറഞ്ഞതായിട്ട് കാണാം. മുഖാറനത്ത് നടത്തിയതായി പറഞ്ഞതായിട്ട് കാണാം. അഥവാ നിങ്ങൾ റസൂല ഫഖദ് അതാ അല്ലാഹ്, റസൂലിനെ ആരനുസരിച്ചുവോ അവനാണ് അല്ലാഹുവിനെ അനുസരിച്ച ആളായി മാറുക. ഇൻ തുതിഊഹു തഹ്തദു, റസൂലിനെ നിങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുക എന്ന 30ഓളം ശൈലി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചായിട്ട് ഊന്നി പറഞ്ഞതായിട്ട് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. ഏത് ദൂതരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നബിമാരെയും നിയോഗിച്ചിട്ടില്ല സൃഷ്ടികളിലേക്ക് ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടി അല്ലാഹുവിന്റെ കൽപ്പനയോട് കൂടി ആ ദൂതരെ വഴിപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ. അങ്ങനെയുള്ള ഒരു ദൂതർ തന്നെയാണല്ലോ നമ്മുടെ അനിശ്ചിത നേതാവ് എന്നതുകൊണ്ട് ആ നിശ്ചിത നേതാവിനെ അനുസരിക്കുക, അവരനുകരിക്കുക, അവർ ജീവിച്ചതുപോലെ ജീവിക്കുക എന്ന നിർബന്ധം നമ്മളിൽ ഉണ്ടായില്ലെങ്കിൽ, നമ്മൾ നിന്നിട്ട് ഉത്ഭവിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുലേക്ക് നമ്മുടെ അമൽ കയറുന്നതല്ല, ആകാശത്തിലേക്ക് കയറുന്നതല്ല, അള്ളാഹു അത് സ്വീകരിക്കുന്നതല്ല. ആകാശത്തിലേക്ക് മീതെ കയറുന്നതിന് പകരം തള്ളപ്പെടും എന്നത് നാം മനസ്സിലാക്കണം. ഖുർആനിന്റെ വെളിച്ചത്തിൽ കൂടിയും സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിന്റെ വെളിച്ചത്തിൽ കൂടിയും മക്ക ഇമാമ ഈ വിഷയം വളരെ പരത്തി നിരത്തി പറഞ്ഞതായിട്ട് കാണാം. അതെ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രാധാന്യം നൽകിയത് കൊണ്ട് തന്നെ സഹാബാക്കൾ അതേ പ്രാധാന്യം നൽകിയും കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ആ സകലം അല്ലാഹു റസൂലുമായുള്ളതായ കടപ്പാടും അവരോടുള്ളതായ ബന്ധവും നടപ്പാക്കി ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായ വാക്ക് ഇവിടെ സ്മരണീയമാണ്. അവർ പറയുകയുണ്ടായി, ഇന്നാ നഖ്തദി വ നത്തബിഅ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. വലാ നബ്തദി, റസൂലുള്ളാഹി കൊണ്ടുവരാത്ത, റസൂല് പറയാത്ത, റസൂല് ചെയ്യാത്ത ഒന്നും തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല, ഈ മതത്തിൽ കൂട്ടിച്ചേർക്കുന്നതല്ല, ഈ മതത്തിൽ ബിദ്അത്ത് ചെയ്യുന്നതല്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് സർട്ടിഫിക്കറ്റ് നൽകിയതായ നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിനെ ആ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതുപോലെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മഹാനായ ഇബ്നു മസ്ഊദ് ഓതിയ രൂപത്തിൽ നിങ്ങൾ പഠിക്കുക, പഠിച്ച രൂപത്തിൽ നിങ്ങൾ വായിക്കുക എന്ന് കൽപ്പിച്ചതായ ആ മഹാവ്യക്തിത്വമായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ശൈലിയാണ് ഞങ്ങൾ, അഥവാ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് പറഞ്ഞിട്ടില്ല, അവർ ചെയ്യാത്തത് ചെയ്തിട്ടില്ല, ഞങ്ങൾ ബിദ്അത്ത് ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് പറഞ്ഞതായ ആ വാക്കും ഇവിടെ സ്മരിപ്പിച്ചു, ഇവിടെ ഉണർത്തുകയുണ്ടായി മക്ക ഇമാം. അതെ, സർവ്വ നന്മയും അത് അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നതിലാണ്, സർവ്വ ബറക്കത്തും അപ്രകാരം തന്നെ അള്ളാഹു റസൂലിനെ പിൻപറ്റുന്നതിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് മൻഖൂലായി സ്ഥിരീകരിക്കപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അതിനെ പിൻപറ്റുക, അതിനെ തുടരുക എന്നത് ഖുർആനിനെ പിൻപറ്റലും ഖുർആനെ തുടരലും ഖുർആന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കലും നമുക്ക് എത്രമാത്രം ബാധ്യതയുണ്ട് അതുപോലെയുള്ളതായ ഒരു ബാധ്യതയാണ് എന്നത് മനസ്സിലാക്കണമെന്ന് ഊന്നിപ്പറയുകയുണ്ടായ മക്ക ഇമാം. അതെ, എന്തുകൊണ്ട് ഈ ഖുർആനിലും ഈ സുന്നത്തിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുദയെ, സന്മാർഗത്തെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ അല്ലാഹു പറഞ്ഞതായ രൂപമാണ് ഖുർആനിൽ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും സംസാരിക്കുകയാണെങ്കിൽ ദേഹേച്ഛയിൽ നിന്നിട്ട് സംസാരിച്ചിട്ടില്ല. ഈ പറയുന്ന വാക്ക് അള്ളാഹുവിന്റെ കലാമായിരുന്നാലും മറ്റു ഏത് വാക്കുകളായിരുന്നാലും അത് മുഴുവനും അതിൽ പെടുന്നു എന്നതും എല്ലാറ്റിനും അത് ബാധകമാണ് എന്നതും ഇവിടെ അടിവരട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് ഹദീസ് നിഷേധികളായ ഖുർആൻ നിഷേധികൾ മനസ്സിലാക്കിയതുപോലെയല്ല കാര്യം നിലകൊള്ളുന്നത്. അള്ളാഹു റസൂൽ അനുസരിക്കുക എന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായ പറഞ്ഞതായ വാക്കുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവരുടെ ഇഷ്ടാനുസരണം പറയുന്നതല്ല. ദീനിന്റെ കാര്യമാണെങ്കിൽ മാ യൻതിഖു അനിൽ ഹവാ, ഇഷ്ടാനുസരണം പറയാറില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, റസൂലുള്ളാഹി വഹയിലൂടെ മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മഹാനായ അൽ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈങ്ങളുടെ നേതാവായ, നമ്മുടെ അനുശീത നേതാവായ അൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, ചിലർ മനസ്സിലാക്കുകയാണ് ഞങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കാൻ ജനങ്ങൾ ആരംഭിച്ചപ്പോൾ, പലരും അതിന് അർഹരല്ലാത്തവർ ആരംഭിച്ചപ്പോൾ അള്ളാഹു അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചതാണ് ഈ ആയത്തിലൂടെ. ഏതാണത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അള്ളാഹ് നിബന്ധന വെക്കുകയാണ്, ഫത്തബിഊനി, നിങ്ങൾ പ്രഖ്യാപിക്കൂ മുഹമ്മദേ, എന്നെ നിങ്ങൾ അനുകരിക്കുക, എന്നെ നിങ്ങൾ അനുസരിക്കുക, യുഹിബ്ബുക്കുമുല്ലാഹ്, എന്നാലാണ് നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുക. അപ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം കരതമാക്കാൻ തന്നെ നിബന്ധന അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ വെച്ചതാണ്. റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുകരിക്കണം. അവര് എന്ത് പറഞ്ഞു എന്നത് ഖുർആൻ അത് നമ്മുടെ മുമ്പിൽ അള്ളാഹ് സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുർആന്റെ വിശദാംശവും അള്ളാഹു തന്നെ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തതാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവന്നതായ ഈ ഖുർആനിനോട് പോലോത്തത് ഞാൻ നിങ്ങളിലേക്ക് എന്റെ വചനമായിട്ട് അഥവാ അള്ളാഹു കൽപ്പിച്ചതായ, അള്ളാഹു വഹിയിറക്കിയതായ കൽപ്പനയായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ശൈലിയും ഇവിടെ സ്മരണീയമാണ്. മക്ക ഇമാമ് എണ്ണുകയുണ്ടായി, ഒരു വ്യക്തി അള്ളാഹു റസൂലിനെ പിൻപറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 6 നിബന്ധന പാലിക്കൽ അനിവാര്യമാണ്. ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ കൽപ്പനകളുടെ കാരണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പന കൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ കൽപ്പിക്കുന്ന കൽപ്പനകൾ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ കൽപ്പിക്കുമ്പോൾ അതിന് ആ കൽപ്പനകളുടെ കാരണങ്ങൾ പരിശോധിക്കുക, അതിന്റെ ഇനങ്ങൾ പരിശോധിക്കുക, അതിന്റെ എണ്ണങ്ങൾ ഉണ്ടെങ്കിൽ എണ്ണങ്ങൾ പരിശോധിക്കുക, അതിന്റെ രൂപങ്ങൾ പരിശോധിക്കുക, അതിന്റെ കാലങ്ങൾ പരിശോധിക്കുക, അതിന്റെ സമയങ്ങൾ പരിശോധിക്കുക. ഇതെല്ലാം ഒത്തുചേർന്നാലല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് ദീനിൽ നിന്നിട്ട് ഒരു നിയമം ഉണ്ടാക്കാനോ ഒരു വിധി ഉണ്ടാക്കുവാനോ നമുക്ക് അധികാരമോ അവകാശമോ ഇല്ല. എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. അള്ളാഹ് എന്നെ എവിടെയാണ് നിർത്തിയത് അവിടെ നിൽക്കുക എന്നതുപോലെ തന്നെ നിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിർത്തി അവിടെ നിൽക്കുക. അങ്ങനെയാണ് നമ്മുടെ നേതാക്കളായ മഹാത്മാക്കളായ ആ സലഫുസ് സാലിഹ്യങ്ങളിൽ പ്രഗത്ഭരായ നമ്മുടെ 4 ഖുലഫാഉർ റാഷിദീങ്ങൾ വരെ ചെയ്യാറുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കിന് അപ്പുറം വിട്ടുകിടക്കാറില്ല. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം, എത്ര വലിയ ശക്തിയുള്ള മഹാധീര യോദ്ധാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ വഖാഫുൻ ഇൻദ ഖൗലില്ലാ വഖാഫുൻ ഇൻദ ഖൗലി റസൂലില്ലാ, അതാണ് അവരുടെ പ്രത്യേകത. റസൂൽ അള്ളാഹു എന്ത് പറഞ്ഞു അവിടെ നിൽക്കും, അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു അവിടെ നിൽക്കും. അവിടെ അവര് പിന്നെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് വിട്ട് കിടക്കുന്നതല്ല. അത് ഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലിഹി എന്ന അള്ളാഹുവിന്റെ കൽപ്പന അവർ പകർത്തി ജീവിച്ചവരായിരുന്നു സഹാബാക്കൾ. അതുകൊണ്ട് തന്നെയാണ് സഹാബാക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ചതും ആദരിച്ചതും പുകഴ്ത്തിയതും, എന്നിട്ട് അവരുടെ പിന്നിൽ അണിനിരക്കണമെന്ന് നമ്മളോട് നിർബന്ധം പുലർത്തിയതും, അവരുടെ പിന്നിൽ അണിനിരന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗമില്ല എന്ന് തീർത്തു പറഞ്ഞതും, അതിന് അർഹരായതുകൊണ്ട് തന്നെയാണ് ആര് മഹാത്മാക്കളായ സഹാബാക്കൾ. ഈ പറഞ്ഞതായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മക്ക ഇമാമ് പറഞ്ഞതായ 6ഓളം കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നാം നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനകളെ ഹദീസുകളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവരായി മാറാൻ ഈ 6 നിബന്ധനകൾ പാലിച്ചാലേ സാധിക്കുകയുള്ളൂ എന്നത് സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം അള്ളാഹു പറയുന്നത് ഫഇല്ലം യസ്തജീബു ലക് ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും. നിങ്ങളുടെ കൽപ്പനയ്ക്ക് അവർ കീഴ്വണങ്ങിയില്ലെങ്കിൽ, നിങ്ങളുടെ കൽപ്പന അവർ അനുസരിച്ചില്ലെങ്കിൽ, മുഹമ്മദേ അള്ളാഹു റസൂലോട് അള്ളാഹു പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൽപ്പനയ്ക്ക് അവർ മറുപടി നൽകിയിട്ടില്ലെങ്കിൽ ഫഅലം നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളുക അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ പിൻപറ്റുന്നത് ദേഹേച്ഛയാണ്, അവരുടെ ദേഹേച്ഛയെ അനുകരിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നല്ലാതെ നിങ്ങളുടെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ അനുസരിക്കാൻ സാധിക്കുന്നതല്ല, അള്ളാഹുവിന്റെ മഹബത്ത് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. അവിടെ മദാഹുൽ ശൈത്താനിലേക്ക്, പൈശാചിക റൂട്ടുകളിലേക്ക്, പൈശാചിക മാർഗങ്ങളിലേക്ക്, പൈശാചിക വഴിയിലേക്ക് അവർക്ക് ചെല്ലേണ്ടി വരും. അങ്ങനെ അപകടത്തിൽ അവർ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാൻ കാരണം ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. നിങ്ങൾ എന്നിട്ട് ഒരാള് സത്യവിശ്വാസിയാകുന്നതേ അല്ല ഏതുവരെ ഞാൻ കൊണ്ടുവന്നതായ കാര്യത്തിലേക്ക് അവന്റെ ഹവേ, അവന്റെ ദേഹേച്ഛയെ അവൻ കീഴ്പ്പെടുത്താത്ത കാലത്തോളം. അള്ളാഹു റസൂൽ എന്ത് പറഞ്ഞു അതുപോലെ, അള്ളാഹു റസൂൽ എന്ത് കൽപ്പിച്ചു അതുപോലെ, അള്ളാഹു റസൂൽ എന്ത് പ്രവർത്തിച്ചു അതുപോലെ ആയിരിക്കണം അവന്റെ ഹവ, അവന്റെ ദേഹേച്ഛ. എന്നാൽ മാത്രമാണ് നിങ്ങൾ എന്നിട്ടൊരാള് സത്യവിശ്വാസിയാവുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായ വാക്കും ഇവിടെ സ്മരണീയമാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിന്തുടർച്ച കൈകൊള്ളുമ്പോൾ അവിടെയും റസൂൽ കൽപ്പിച്ചതുപോലെ ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറൽ ഹഖ്, അവകാശമില്ലാതെ മതത്തിൽ അമിതമാക്കാൻ പാടുള്ളതല്ല, തശദ്ദുദ് പാടുള്ളതല്ല, കൂട്ടിച്ചേർക്കാൻ പാടുള്ളതല്ല, ഇഫ്രാത്ത് പാടുള്ളതല്ല, തഫ്രീത്ത് പാടുള്ളതല്ല. അഥവാ അമിതമാക്കുക അല്ലെങ്കിൽ വീഴ്ച വരുത്തുക, ഇത് രണ്ടും പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലേക്ക് വന്നപ്പോൾ സഹാബാക്കൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ട് സംസാരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഇബാദത്തുകളെ കുറിച്ച്, റസൂലുള്ളാഹിന്റെ ഇബാദത്തുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് അവർക്ക് പേടി തോന്നി. അപ്പോൾ അവർ എന്നിട്ട് പലരും പറഞ്ഞു, ഞാൻ ഇനി നോമ്പ് ഒഴിവാക്കുക തന്നെ ഇല്ല. മറ്റൊരാളെ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുക തന്നെ ഇല്ല. പിന്നൊരാളെ പറഞ്ഞു ഞാൻ രാത്രി ഉറങ്ങുക തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞു
പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആ മിതമായ രൂപം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനോടുള്ള പിന്തുടർച്ചയിൽ നാം അമിതമാക്കാൻ പാടുള്ളതല്ല, ആ റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മക്ക ഇമാം വിശദീകരിച്ചതായ ഹദീസാണിത്. റസൂലുള്ളാഹി പറയുകയുണ്ടായി, ലകിന്നി അസൂമു, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്, വഅഫ്തുറു, ഞാൻ നോമ്പ് ഒഴിവാക്കുന്നുണ്ട്. നോമ്പ് നിർബന്ധമായ സമയത്ത് നോമ്പ് പിടിക്കും, സുന്നത്തായ സമയത്ത് നോമ്പ് പിടിക്കും, എല്ലാ സമയത്തും സുന്നത്തായ സമയത്തും ഞാൻ നോമ്പ് ഒഴിവാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? അതും അനുവദനീയമാണ്. നിർബന്ധമായ സമയത്ത് അത് നോക്കൽ നിർബന്ധമാണ്, ഒഴിവാക്കേണ്ട സമയത്ത് ഒഴിവാക്കാം, സുന്നത്താണെങ്കിൽ ഒഴിവാക്കേണ്ടി വരുമ്പോൾ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഞാൻ ഉറങ്ങുന്നു, ഞാൻ ഉണരുന്നു, ഞാൻ എപ്പോഴും ഉറക്കൊഴിവാക്കിയിട്ട് നമസ്കരിക്കാൻ നിൽക്കലല്ല, മറിച്ച് ഞാൻ അല്പം ഉറങ്ങാറുണ്ട്, ഞാൻ എന്റെ ശരീരത്തിന് നൽകേണ്ടതായ അവകാശം നൽകാറുണ്ട്, അതിൽ ഞാൻ വീഴ്ച വരുത്താറില്ല എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ കല്യാണം കഴിക്കുന്നു. അപ്പോൾ കല്യാണം കഴിക്കാതിരിക്കുക എന്നതല്ല യഥാർത്ഥത്തിൽ ദീൻ. കല്യാണം ദീനിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫമൻ റദിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ ശരീരയിൽ നിന്നിട്ട് ഒരാള് പിന്തിരിഞ്ഞാൽ, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അത് വിറ്റാക്കാതിരുന്നാൽ അവൻ എന്നിൽപ്പെട്ട ആളല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുകയുണ്ടായി, എവിടുന്നാണ് ഞാൻ ഇഹ്റാം കെട്ടേണ്ടത്? മദീനയിലാണ് സംഭവം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് 10 വർഷം ഖിദ്മത്ത് എടുത്തതായ മഹാവ്യക്തിത്വമാണെന്ന് നമുക്ക് പരിചയമുണ്ടല്ലോ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് 10 വർഷം ഖിദ്മത്ത് എടുത്തത് കൊണ്ട് തന്നെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 10 വർഷത്തിലൂടെയുള്ളതായ പല ചലനങ്ങളും വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടുപഠിച്ച് ലോകത്തിന് പഠിപ്പിച്ചതായ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതായ ഒരു മഹാവ്യക്തിത്വമാണല്ലോ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. മഹാനായ അനസിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ എവിടുന്ന് ഇഹ്റാം കെട്ടണം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം കെട്ടിയത് ദുൽഹുലൈഫയിൽ നിന്നിട്ടായതുകൊണ്ട് തന്നെ, ഇപ്പോൾ പറയപ്പെടുന്ന അബിയാർ അലി എന്ന സ്ഥലത്ത് വെച്ചിട്ടായതുകൊണ്ട് തന്നെ മഹാനായ അനസ് പറയുകയുണ്ടായി, നിങ്ങൾ ദുൽഹുലൈഫയിൽ നിന്നിട്ട് ഇഹ്റാം കെട്ടുക. പക്ഷേ ആ വന്ന വ്യക്തി പറയുകയുണ്ടായി, അദ്ദേഹം താബിഈ ആയിരിക്കാം, സഹാബി അല്ലായിരിക്കാം. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്നിട്ട് ഇഹ്റാം കെട്ടാനാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരത്തിൽ വെച്ചിട്ട് ഇഹ്റാം കെട്ടാനാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അനസ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയുണ്ടായി, ലാ തഫ്അൽ, അങ്ങനെ കെട്ടരുത്, നിങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. ചോദിച്ചു, എന്താ അപകടമാണ് വരാൻ പോകുന്നത്? കുറച്ച് മൈല്, കുറച്ച് കിലോമീറ്റർ വർദ്ധിച്ചതല്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബീർ അലിയിൽ നിന്നിട്ട് അഥവാ ദുൽഹുലൈഫയിൽ നിന്നിട്ട് ഇഹ്റാം കെട്ടി, ഞാൻ അതൊരു 10 കിലോമീറ്റർ കുറച്ച് മുമ്പായിട്ട് ഇഹ്റാം കെട്ടി, ഒരു അല്പം കിലോമീറ്റർ വർദ്ധിച്ചു എന്നല്ലാതെ എന്താണ് അപകടം വരാൻ പോകുന്നത് ചോദിച്ചപ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ആയത്ത് ഓതിയിട്ട് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാണിംഗ് നൽകിയതായ ഭാഗത്തെ അവിടെ ഉണർത്തുകയുണ്ടായി. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിപരീതം കാട്ടുന്നവർക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയ്ക്ക് വിപരീതം കാട്ടുന്നവർക്ക് നിങ്ങൾ വാണിംഗ് നൽകുക. അൻ തുസീബഹും ഫിത്ന, അവർക്ക് മഹാ അപകടം വരും. ഈ അപകടത്തെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. അവിടെ ഏറ്റവും വലിയ അപകടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് ചെയ്തു എന്ന ചിന്ത തന്നെ ഒരു മഹാ അപകടമാണ്, മഹാഫിത്നയാണ്. റസൂലുള്ള കൽപ്പിക്കാത്തത് ചെയ്യാൻ തുനിയുക, റസൂലുള്ള പറയാത്തത് ചെയ്യാൻ തുനിയുക, റസൂലുള്ള പ്രവർത്തിക്കാത്തത് ചെയ്യാൻ തുനിയുക, എന്നിട്ട് അത് നന്മയാണെന്ന് മനസ്സിലാക്കുക. അതിനേക്കാൾ വലിയ അപകടം വേറെന്താണ് എന്ന് അനസ് പഠിപ്പിക്കും പോലെ. എന്നിട്ട് അനസ് റളിയല്ലാഹു തആല അൻഹു ആയത്ത് ഓതുകയും ആയത്ത് പഠിപ്പിക്കുകയും, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം, കഠോരമായ ശിക്ഷ പരലോകത്തിൽ ഏൽക്കേണ്ടി വരും. ഇവിടെ വെച്ചിട്ട് തൗബ ചെയ്തിട്ട് പാശ്ചാത്തപിച്ചിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിലും, റസൂലുള്ളാഹിയുടെ കൽപ്പന പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടില്ലെങ്കിലും ആ ശിക്ഷ പരലോകത്തിൽ കഠോരമായ ശിക്ഷ അവന് ലഭിക്കേണ്ടി വരുമെന്നതായ ആയത്ത് അവിടെ ഓതുകയും അദ്ദേഹത്തിന് മറുപടി നൽകുകയും ചെയ്തതായ സംഭവം മക്ക ഇമാം ഉണർത്തി. എന്റെ ഓർമ്മയിൽ വരികയാണ്, മുആവിയ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ലോക നേതാക്കളിൽ മഹാനേതൃത്വമാണല്ലോ. നമുക്കറിയാം, 20 കൊല്ലം അദ്ദേഹം മുസ്ലിങ്ങളുടെ ഖലീഫയും മുസ്ലിങ്ങളുടെ നേതൃത്വവുമായിട്ട് ജീവിച്ചു, 20 കൊല്ലം അമീറായിട്ട് ജീവിച്ചു. അങ്ങനെയുള്ളതായ 20 കൊല്ലം രാജാവായി, നേതാവായി, മറ്റൊരു 20 കൊല്ലം അമീറായി ജീവിച്ചതായ മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൽ ഹറാമിൽ തവാഫ് ചെയ്തപ്പോൾ കഅബയുടെ ഭാഗത്തിൽ നിന്നിട്ട് ഹജറുൽ അസ്വദ് പോലോത്ത, റുകുൻ യമാൻ പോലോത്ത കൈകൊണ്ട് സ്പർശിക്കാൻ പാടുള്ള സ്ഥലമല്ലാത്ത സ്ഥലങ്ങൾ സ്പർശിക്കുന്നതായിട്ട് സഹാബാക്കളിൽ നിന്നിട്ടുള്ളതായ ഉലമാക്കളിൽപ്പെട്ടതായ മഹാനേതാവും അതേസമയത്ത് അപേക്ഷയുമായിട്ട് മുആവിയ വലിയ സഹാബിയാണ്, ഇബ്നു അബ്ബാസ് ചെറിയ സഹാബിയാണ്. ചെറിയ സഹാബിയായ, വയസ്സിൽ ചെറിയ സഹാബിയായ ആ ഇബ്നു അബ്ബാസ് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല
പാടുള്ളതല്ല. കാരണം കഅബയിൽ കൈകൊണ്ട് സ്പർശിക്കേണ്ട സ്ഥലം അത് ഹജർ അസ്വദ് തൊട്ട് ചുംബിക്കുവാനും അതുപോലെ തന്നെ റുക്കുനുൽ യമാന് തൊടുവാനും ചുംബിക്കലില്ല അവിടെ. അങ്ങനെ പറഞ്ഞപ്പോൾ മഹാനായ മുആവിയയുടെ മറുചോദ്യം എന്തായിരുന്നു? കഅബ അള്ളാഹുവിന്റെ വീടല്ലേ, അതെല്ലാം ആദരിക്കപ്പെടേണ്ട സ്ഥലമല്ലേ, എവിടെ തൊട്ടാൽ എന്താ വരാൻ പോകുന്നത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ മഹാനായ വ്യക്തിത്വത്തോട്, ആ മഹാരാജാവോ അല്ലെങ്കിൽ നേതാവോ ആയ വ്യക്തിത്വത്തോട് സംസാരിക്കുമ്പോൾ അതോടുകൂടിയാവണമല്ലോ എന്നതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരോട് ഒരു ആയത്ത് മാത്രം ഓതി അവിടുന്ന് അദ്ദേഹം പിന്മാറുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിൻപറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടത്തിൽ ഫിത്നയിൽ പെടേണ്ടി വരുമെന്നതായ ആയത്തുകൾ ഓതിയും കൊണ്ട് അദ്ദേഹത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിൻപറ്റുന്ന കാര്യത്തിൽ അതിലാണ് നന്മ. എത്ര കണ്ട് നാം റസൂലുള്ളാഹിനെ പിൻപറ്റി അവിടെയാണ് നന്മ, അവിടെയാണ് ബർക്കത്ത്. ഖുതുബയുടെ തുടക്കത്തിൽ ഇമാം പറഞ്ഞതുപോലെ എന്നല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്ത് നമ്മുടെ ഹൃദയം സമാധാനം എന്തിലാണ് എന്നത് നോക്കിയിട്ട് അങ്ങനെയുള്ള രൂപത്തിലുള്ള സമാധാനം ഉണ്ടാവലല്ല. നാം മസ്ജിദ് നബവിയിലൊക്കെ കാണാറുണ്ട്, സാധാരണ സിയാറത്തിന് വേണ്ടി വരുന്നവരൊക്കെ മസ്ജിദ് നബിയുടെ പരിസരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ളതായ തൂണുകളും മതിൽകെട്ടുകളും ഇരുമ്പ് ജാലികളുമെല്ലാം തൊട്ടുചുംബിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ അറിവില്ലാത്തതായ വിഭാഗം പരിശ്രമം കാണാറുണ്ട്. അതൊക്കെ അവർ കാട്ടുമ്പോൾ അവർക്ക് ഹൃദയത്തിൽ എന്തോ ഒരു ശാന്തി, എന്തോ ഒരു സമാധാനം തോന്നുകയാണ്. അതേസമയത്ത് അള്ളാഹുന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിപരീതം പ്രവർത്തിക്കുമ്പോൾ അവരതിലൂടെ ജൂത ക്രിസ്ത്യാനികളോട് തുല്യതയുള്ള പ്രവർത്തനമാണ് പ്രവർത്തിച്ചത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് റസാലി റഹ്മത്തുള്ളാഹിയെ പോലത്തെ നമ്മുടെ നേതാക്കൾ നിന്നിട്ട് പലരും റസൂലുള്ളാഹിയുടെ ഖബർ സന്ദർശിക്കുമ്പോഴും ഖബർ എവിടെ സന്ദർശിക്കുകയാണെങ്കിലും ചുമരുകളോ മതിലുകളോ തൊട്ട് ചുംബിക്കുക എന്നത് അത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശമുള്ളവർ ചെയ്യാൻ പാടുള്ളതല്ല. മറിച്ച് അത് ജൂത ക്രിസ്ത്യാനികളുടെ ഡ്യൂട്ടിയാണ്, ജോലിയാണ് എന്ന് പറയാൻ കാരണം അതെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്തുടർച്ച ഏത് രൂപത്തിലായിരിക്കണം എന്നതായിരുന്നു മക്ക ഇമാമ് എന്ന് വളരെ വിശദീകരിച്ചിട്ട് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒന്ന് പറഞ്ഞതായ വിഷയം. ഈ വിഷയം നാം വളരെ നിർബന്ധമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. കാരണം ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ലോകത്തിലാസകലം വ്യാപകമായി കിടക്കുന്നതായ ഒരു മഹാവിപത്താണ്. അള്ളാഹു ഖുർആൻ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിനോട് മാറുകാട്ടുക, റസൂലുള്ളാഹിന്റെ കൽപ്പന ധിക്കരിക്കുക, റസൂലുള്ളാഹിന്റെ കൽപ്പന തൊള്ളകൊണ്ട് പറയുന്നില്ലെങ്കിലും പ്രവർത്തനം കുറിക്കുന്നത് അങ്ങനെയാണ്. ജനങ്ങളുടെ ബഹുഭൂരിപക്ഷത്തിന്റെ പ്രവർത്തനം മുസ്ലിങ്ങളിലേക്ക്, ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന മുസ്ലിങ്ങളാണെന്ന് പറയുന്ന വിഭാഗത്തിന്റെ പ്രവർത്തനം അതാണ് കുറിക്കുന്നത്. അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് മോചിക്കണമെന്നതാണ് മക്ക ഇമാം എന്ന് വിശദമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതായ ഭാഗം. ഇന്ന് മദീനത്ത്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്ത് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മെമ്പറിന്റെ മീതെ, അവരുടെ മെമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മെമ്പറിന്റെ മീതെ വെച്ച് സംസാരിച്ചത് ഡോക്ടർ അബ്ദുൽ ബാരിസ് ബൈത്തിയായിരുന്നു. അദ്ദേഹം വജുലുൽ ഖൽബി എന്ന വിഷയമാണ് സംസാരിച്ചത്. ഹൃദയത്തെ കിടുകിട ഉറപ്പിക്കാൻ, അള്ളാഹുവിനെ സ്മരിക്കുന്ന സന്ദർഭത്തിൽ, ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ, അള്ളാഹുവിനെ ഓർക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ നേതാക്കൾക്ക് ഉണ്ടായതായ ആ ചേഞ്ചുകൾ നമ്മളിൽ ഉണ്ടാവണമെന്നും ആ ഉണ്ടാവേണ്ട ശൈലി എങ്ങനെയാണ് എന്നും നീട്ടിപ്പരത്തി അദ്ദേഹം പറയുകയുണ്ടായി. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന ആയത്തിലൂടെ പഠിപ്പിച്ച ഭാഗമാണ്. സത്യവിശ്വാസികൾ ആരാണ്? ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ അവർ സ്മരിക്കുന്ന സന്ദർഭത്തിൽ വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ അവരുടെ ഹൃദയം കിട്ടുകിട്ട വിറക്കും, അവർക്ക് പ്രയാസമുണ്ടാകും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഭയാനമായ ശിക്ഷയെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിന്റെ അളമത്ത് ഓർത്തുകൊണ്ട്, അള്ളാഹുവിന്റെ ജലാലത്ത് ഓർത്തുകൊണ്ട്, അള്ളാഹുവിന്റെ മഹാ കഴിവ് ഓർത്തുകൊണ്ട്, കൽപ്പ് ഓർത്തുകൊണ്ട് അവർക്ക് പേടിയും ഭയവും അവരുടെ ഹൃദയത്തിലൂടെ എടുക്കും. അതെ, അവരുടെ പ്രത്യേകത എന്താണ്? സത്യവിശ്വാസികളുടെ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞതായ ആ ഹഖ്ഖായ മുഅ്മിനീങ്ങൾ അതാരാണ്? ഈ ആയത്തിൽ പറഞ്ഞതായ ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ പേര് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം കിടുകിട വറക്കുമെന്നതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാൻ, അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുമെന്നതാണ്. ആ ഇനത്തിൽപ്പെട്ടതായിട്ട് മദീന ഇമാം തുടരുന്നു. അവരോട് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഇദാ ഉഇളു ഇത്തഅളു, അവർക്ക് ഉപദേശം നൽകിയാൽ ആ വഅദിനെ സ്വീകരിക്കാനുള്ള പക്വതയും പാകതയും അവരുണ്ടാകും. ഇതാണ് സത്യവിശ്വാസിയുടെ നിബന്ധന. അതുപോലെ തന്നെ ഇദാ ഖുവിഫു ഖാഫു, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ അദാബിനെ കുറിച്ച് പേടിപ്പിച്ചറിയിച്ചാൽ അവർക്ക് ഭയമുണ്ടാകും, ഒരു പേടിയുണ്ടാവും. അങ്ങനെയുള്ള ആ ഭയമുണ്ടാവാനുള്ളതായ മാധ്യമങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിനെ സ്മരിക്കുക. അള്ളാഹുവിനെ സ്മരിക്കുക എന്നതിന്റെ ഒരു പ്രധാന ഭാഗമാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. അത് ആ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിയത് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ചേഞ്ച് ഉണ്ടാവാൻ, നമ്മുടെ ശരീരത്തിൽ ചേഞ്ച് ഉണ്ടാവാൻ, നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാവാൻ, നമ്മുടെ വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ
രാഷ്ട്രീയ സ്വകാര്യ ജീവിതത്തിൽ ആസകലം ചേഞ്ച് ഉണ്ടാക്കാനുള്ളതായ ഒരു മാധ്യമമാണ് ആയിട്ടാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആൻ ഇറക്കിയത്. റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുന്നു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم الى ذكر الله ذلك هدى الله يهدي به من يشاء. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ അലീമിനെ, ഈ മഹാ ഹദീസിനെ, ഈ ഗ്രന്ഥത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഇറക്കുകയുണ്ടായി. മുതശാബിഹൻ, തുല്യതയുള്ളതായ ഗ്രന്ഥമാണ്. മഥാനിയ, മടങ്ങി 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 വരുന്നതായ ആയത്തുകളാണ് ഇതിലുള്ളത്, ഗ്രന്ഥമാണത് എന്ന് മാത്രമല്ല തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുടെ ഹൃദയം സുബ്ഹാനല്ലാഹ് ഈ ഖുർആൻ കേൾക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് രോമാഞ്ചമുണ്ടാകും, അവർക്ക് ഭയമുണ്ടാകും, അവർക്ക് ഭക്തി ഉണ്ടാകും, അവരുടെ പേടിയുടൊരുക്കും, അവരുടെ ഹൃദയവും അവരുടെ തോലും അവരുടെ ശരീരവും ആസകലം അള്ളാഹുലേക്ക് മടങ്ങും. പേടിച്ചിട്ട് അള്ളാഹുലേക്ക് മടങ്ങും. ഇങ്ങനെയുള്ള ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്ന് ഒരാൾ ഓരോരുത്തരും പരിശോധിക്കണമെന്ന് മദീനായ്മ പറയുകയുണ്ടായി. അഥവാ ഖുർആൻ കേൾക്കുമ്പോൾ ഭയം, ഖുർആൻ കേൾക്കുമ്പോൾ പേടി, അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ഭയം. ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ കഴിവ് കൽപ്പനെ കുറിച്ച് പറയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ആ മഹാ ഹൈമനത്തിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയം കിടുകിട വിറക്കുക എന്ന ആ ചേഞ്ച് നമ്മൾ നിന്നിട്ട് ഓരോരുത്തർ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഒരു തഫ്തീഷ് നടത്താൻ വേണ്ടിയിട്ട് മദീനായ്മ ഉണർത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിൽകൽ അംസാൽ നദ്രിബുഹാ ലിന്നാസ് വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, ഇങ്ങനെയുള്ളതായ ഉദാഹരണങ്ങൾ അല്ലാഹു പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അത് പഠിക്കാൻ വേണ്ടി തന്നെയാണ്, മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്, നമുക്ക് ഗ്രഹിപ്പിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ അല്ലാഹു ഖുർആനിൽ പറയാറുള്ളത്. വമാ യഅഖിലുഹാ, ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി ഗൗനിക്കാറില്ല, മനസ്സിലാക്കാറില്ല ബുദ്ധിജീവികളല്ലാതെ. അപ്പോൾ നാം ബുദ്ധിജീവികളാണോ? നമ്മുടെ ഹൃദയത്തിന് അള്ളാഹുലേക്ക് മടങ്ങാനുള്ളതായ ആ തൗഫീഖ് ഉണ്ടോ, ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ വിട്ടുകിടന്നതായ കാലഘട്ടത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ച അകറ്റാൻ വേണ്ടി ഭാവിയിൽ പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിച്ചിട്ട് അള്ളാഹുവിനെ ഭയപ്പെടാൻ, ഖുർആൻ ഓതാനുള്ള ആഗ്രഹം ഉണ്ടാവാൻ, ഖുർആൻ ഓതുമ്പോൾ ആവേശമുണ്ടാവാൻ, ഖുർആൻ ഓതുമ്പോൾ അതിന്റെ അർത്ഥം പഠിക്കാൻ, ഖുർആൻ ഓതുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കാനും അള്ളാഹുവിനെ ഭയപ്പെടാനും സാധിക്കാൻ അവന് കഴിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവന് സമാധാനിക്കാം. അല്പം അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ തൗഫീഖോടുകൂടി ഞാനിപ്പോൾ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്, എന്റെ ഹൃദയം ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയോടുള്ളതായ ഇഷ്ടവും അള്ളാഹുവിന്റെ ദിക്റിനോടുള്ളതായ ഇഷ്ടവും എന്റെ ഹൃദയത്തിൽ ഉടലെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി സമാധാനിപ്പിക്കാം. അങ്ങനെയുള്ള ഉജ്ലുൽ ഖൽബുണ്ടാവാനുള്ളതായ കാരണങ്ങളിൽ പെട്ടതാണ് ഇൽമുണ്ടാവുക, വിജ്ഞാനമുണ്ടാവുക. ഈ വിജ്ഞാനവും ഇൽമും അള്ളാഹിനെ കുറിച്ച് ഉണ്ടായാൽ മാത്രമാണ് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹിനെ കുറിച്ച് പഠിക്കുക, അള്ളാഹുവിന്റെ കഴിവുകൾ പഠിക്കുക. ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, ലോകത്തിൽ ആദ്യമായിട്ട് മക്ക ഇമാം ഉണർത്തിയതായ ആ വിശുദ്ധ മക്കയിൽ വെച്ചിട്ട് ഈ ലോകത്തിലേക്ക് ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അഭിസംബോധന ചെയ്തതായ വാക്ക് തന്നെ ഇഖ്റ എന്നതാണ്. വായിക്കുക, പഠിക്കുക എന്നതാണ്. വായിക്കുക, പഠിക്കുക, എഴുതുക, വിജ്ഞാനമുണ്ടാക്കുക, അള്ളാഹിനെ കുറിച്ച് വായിക്കുക, അള്ളാഹിനെ കുറിച്ച് വായിക്കുക എന്നതാണ് അവിടെ പറയപ്പെട്ടത്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ പഠിച്ചതായ, നിന്നെ സൃഷ്ടിച്ചതായ നാഥന്റെ ഇസ്മ കൊണ്ട് നീ വായിക്കുക എന്നതാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹിനെ ഭയപ്പെടാൻ സാധിക്കും. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് അള്ളാഹു പറഞ്ഞ ആ ഖുർആനിൽ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും എന്ന് ഞാൻ നേരത്തെ ഓതിയതായ ആയത്തിൽ പറഞ്ഞതായ ആ രോമാഞ്ചം ഉണ്ടാകുമെന്ന് പറഞ്ഞതായ ആ ഇനത്തിൽപ്പെടാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം അള്ളാഹു പറഞ്ഞത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടൽ അവന്റെ സൃഷ്ടികളിൽ നിന്നിട്ട് പണ്ഡിതന്മാരാണ്, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചവരാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചവർക്ക് തീർച്ചയായിട്ടും അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കും. അപ്പോൾ നമസ്കരിക്കുമ്പോൾ ഭക്തിയോടുകൂടി, ഖുശൂഅോടുകൂടി, ഖുദൂഅോടുകൂടി അള്ളാഹിനെ സ്മരിക്കുമ്പോൾ ഭക്തിയും അതുപോലെ തന്നെ ഖുശൂഉം ഖുദൂഉം ഒക്കെ ഉണ്ടാവുക എന്നത് അത് അള്ളാഹുവിനെ എത്ര കണ്ട് നമുക്ക് പഠിക്കാൻ, എത്ര കണ്ട് അവന്റെ കഴിവ് മനസ്സിലാക്കാൻ സാധിച്ചു, അത്ര കണ്ടാണ് നമുക്ക് അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുക. ഭയപ്പെടുന്ന തോത് വർദ്ധിക്കാൻ എന്ത് വേണം? അള്ളാഹുവിനെ പഠിക്കുന്ന തോത് വർദ്ധിക്കണം. അള്ളാഹുവിനെ പഠിക്കുന്ന കാര്യങ്ങളിൽ നാം ഊന്നണം. എന്നിട്ട് അറിയാത്ത കാര്യങ്ങൾ അറിയാനും പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കാനും അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് വിശദീകരണം പഠിക്കാനും അതിനൊക്കെ തുനിയണം. ഖുർആൻ നേർക്കുനേരെ അറബി ഭാഷയിൽ ഓതുമ്പോൾ അറിയാത്തവരാണെങ്കിൽ പരിഭാഷ മുമ്പിൽ വെച്ചിട്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനും പരിശ്രമിക്കണമെന്ന് മദീന ഇമാം ഊന്നി പറഞ്ഞതായ കാര്യങ്ങൾ നാം വിട്ടുപോകാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഇൽമുള്ളവർക്കാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, ഹൃദയത്തിൽ വജ്ലുണ്ടാവാൻ സാധിക്കുക എന്നതുപോലെ തന്നെ മറ്റുള്ള അവശരുടെ മുമ്പിൽ, കഴിവില്ലാത്തവരുടെ മുമ്പിൽ നല്ല രൂപത്തിൽ കനിവുണ്ടാവുക എന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കുക മറ്റൊരു മാധ്യമമാണ്. നമ്മുടെ ഹൃദയം അള്ളാഹുലേക്ക് ലീനുള്ളതായിട്ട്, അള്ളാഹുവിനെ ഭയപ്പെടുന്നതായിട്ട്, അള്ളാഹുലേക്ക് മടങ്ങുന്നതായിട്ട് ഹൃദയം മാറാൻ നല്ലൊരു മാധ്യമമാണ്, നല്ലൊരു രൂപമാണ് അവശരുടെ കഴിവ്
കഴിവുകേട് മനസ്സിലാക്കുവാനും അവർക്ക് നന്മ ചെയ്യുവാനും അവർക്ക് വേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുക്കുവാനും അവരോടുള്ളതായ വെറുപ്പും അറുപ്പും ഒഴിവാകുവാനും ഹൃദയത്തിലുള്ള കസ്വത്തുൽ ഖുലൂബ് പോകാൻ, അഥവാ ഹൃദയം വരവിച്ച ഹൃദയമായി മാറിപ്പോവുക എന്നത് ഒരാൾക്ക് സംഭവിച്ചാൽ പിന്നെ കനിവുണ്ടാവുകയില്ല. അപ്പോൾ കനിവുണ്ടാവാൻ വേണ്ടി നാം പരിശ്രമിക്കണം. അത് പ്രത്യേകിച്ച് യതീമക്കളുടെ തല തടവുക പോലത്തതിലൂടെ, അതുപോലെ തന്നെ മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക എന്നതിലൂടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിന് കനിവുണ്ടാക്കിയെടുക്കാൻ, ഹൃദയത്തിന്റെ വരസത നീക്കാൻ, അതിലുള്ളതായ കടുകട്ടിയുള്ളതായ ഹൃദയത്തിനെ മാറ്റിയെടുത്തിട്ട് അള്ളാഹുലേക്ക്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകുന്നതായ ഹൃദയവും ശരീരവും ആയി മാറാനുള്ളതായ കഴിവ് ഉടലെടുക്കാൻ കനിവുണ്ടാവണം ഹൃദയം. ആരുടെ മുമ്പിൽ? കഴിവില്ലാത്തവരുടെ മുമ്പിലും, അതുപോലെ തന്നെ യതീമക്കളുടെ മുമ്പിലും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ ഇടയ്ക്കിടെ നാം പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ആ പരിശോധിച്ചുകൊണ്ടേയിരിക്കുക എന്നത് നിർബന്ധമായ മറ്റൊരു ബാധ്യതയാണ്. അഥവാ ഹൃദയത്തിൽ ക്ഷീണം വന്നോ, നമ്മുടെ ഹൃദയം ചിലപ്പോൾ മുഷിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹുമായി ടച്ചില്ലാതെ, അള്ളാഹുമായി ബന്ധമില്ലാതെ, ഖുർആൻ പാരായണം ചെയ്യാതെ, നന്മകൾ ചെയ്യാതെ, അവശത സഹായിക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഹൃദയം എന്ത് സംഭവിക്കും? അത് മരവിച്ചു പോകാൻ സാധ്യതയുണ്ട്, അത് പഴകിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പഴക്കം പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടക്കിടക്ക് തആഹുദ് നടത്തിക്കൊണ്ടേ ഇരിക്കണം. ഇടക്കിടക്ക് അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമുള്ളതായ നമസ്കാരങ്ങൾ, അദ്കാറുകൾ, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ, ധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കാൻ വേണ്ടി പാടുപെടണം. അതാണ് അള്ളാഹു പറയുന്നത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ വഴിയിൽ വരാൻ വേണ്ടി ആരൊരുത്തൻ പരിശ്രമിക്കുന്നുവോ അവന് അതിനുള്ളതായ എല്ലാ വഴികളും, എല്ലാ റൂട്ട്സുകളും അവന് നാം ലനഹ്ദിയന്നഹും സുബുലനാ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അള്ളാഹിലേക്ക് വരാൻ തീരുമാനിച്ചാൽ മതി, അതിനുവേണ്ടി ഒരുങ്ങിയാൽ മതി. ഞാൻ പറയാറുണ്ട്, ഹദീസിന്റെ ശൈലിയിൽ അള്ളാഹുലേക്ക് ഒരാൾ നടന്നു വന്നാൽ അള്ളാഹുവിലേക്ക് ഓടി വരും എന്നതാണ് ഖുദ്സി ഹദീസ് പഠിപ്പിച്ചത്. അപ്പോൾ നാം നമ്മുടെ ഹൃദയത്തെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. അതിലുള്ള വീഴ്ച അകറ്റാൻ വേണ്ടി നാം പാടുപെട്ടുകൊണ്ടേ ഇരിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയുണ്ടായി മദീന ഇമാം. അതുപോലെ തന്നെ നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര്യ ബന്ധത്തിൽ ജീവിക്കുകയും ജനങ്ങളുടെ ഇടയിലുള്ളതായ അറപ്പും വെറുപ്പും നമ്മുടെ ഹൃദയത്തിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാൻ നമുക്ക് അത് ഉതകും, അത് സഹായകമാകും. ഈ രൂപത്തിലുള്ളതായ ശൈലി നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞ സന്ദർഭത്തിൽ സ്വർഗവാസികൾ അങ്ങുമിങ്ങും ഖാലൂ ഇന്നാ കുന്നാ ഖബലു വഅഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ, അങ്ങുമിങ്ങും കുശലാന്വേഷണം നടത്തുന്ന സംഭവത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന ശൈലി കേൾക്കുക. അവർ കുശലാന്വേഷണം നടത്തുന്ന, അവർ അങ്ങുമിങ്ങും ചർച്ച ചെയ്യുന്ന, വട്ടമേശയിൽ ഇരുന്നു കൊണ്ട് അവർ സുഖിക്കുന്ന, ആഹ്ലാദിക്കുന്ന, സന്തോഷിക്കുന്ന ആ രമ്യഹർമ്മ്യങ്ങളിൽ അവര് അള്ളാഹു കൊടുത്തതായ അനുഗ്രഹത്തിൽ മുഴുകി ജീവിക്കുന്ന ആ രംഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്ന ശൈലിയാണ്. വഅഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ ഖാലൂ ഇന്നാ കുന്നാ ഖബലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, ഞങ്ങളുടെ കുടുംബത്തോടു കൂടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ രൂപത്തിലെത്താൻ സാധിച്ചത്. ഫമന്ന അലൈനാ വവഖാന അദാബസ് സമൂം. ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമായ സ്വർഗ്ഗലോകത്തെ മന്നായി അനുഗ്രഹമായിട്ട് അവന്റെ ഭാഗത്തിൽ നിന്നിട്ട് ചൊരിഞ്ഞു തരുന്നു. അവൻ ഞങ്ങളെ നരകത്തിൽ നിന്നിട്ട്, ആ മഹാ വിഷമാകുന്ന നരക അഗ്നിയിൽ നിന്നിട്ട് ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുകയും ചെയ്തു. ഇന്നാ കുന്ന, ഇവിടെ ശ്രദ്ധിക്കണം, അടിവരണം. ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗം കേൾക്കുക. ഇന്നാ കുന്ന മിൻ ഖബ്ലു നദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മദീശേഖരോടല്ല പ്രാർത്ഥിച്ചത്, ബദരീങ്ങളോടല്ല, ഉള്ളാളങ്ങളോടല്ല, ജന്യങ്ങളോടല്ല, മനുഷ്യന്മാരോടല്ല, വ്യക്തികളോടല്ല, വസ്തുക്കളോടല്ല, ഖബറാളികളോടല്ല, അതൊന്നുമല്ല ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചപ്പോൾ ചെയ്തിരുന്നത്. ഞങ്ങൾ ഇന്നാ കുന്ന മിൻ ഖബ്ലു നദ്ഉഹു, ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാൻ സാധിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഉല്ലസിക്കാൻ സാധിച്ചത്, അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചത് എന്ന് അവർ പറയുന്നതാണ്. എന്നിട്ട് അവരുടെ സംസാരത്തിന്റെ സമാപനത്തിൽ അവർ കൂട്ടിച്ചേർക്കുന്നു, അള്ളാഹു പറയുകയാണ് ഇന്നഹു ഹുവൽ ബർറുർ റഹീം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം നന്മ ചെയ്യുന്ന ആളും അങ്ങേയറ്റം കനിവ് ചെയ്യുന്ന ആളുമാണ്. അങ്ങനെയുള്ളതായ റബ്ബുൽ ഇസ്സത്തിനെ മാത്രം ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ളതായ ഈ മഹാ നേട്ടത്തിലേക്കും സമ്പാദ്യത്തിലേക്കും ഈ രമ്യഹർമ്മങ്ങളിലേക്കും ഈ തോട്ടങ്ങളിലേക്കും ഈ ഹുറുല്യങ്ങളിലേക്കും ഈ ആഡംബര ജീവിതത്തിലേക്കും ഞങ്ങൾക്ക് എത്താൻ സാധിച്ചത് എന്ന് അവർ പറയുന്നതാണ്. ധാരാളം കാര്യങ്ങൾ വേറെയും മദീന ഇമാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മുസാറഇൽ ഖൈറാത്ത്, അതിൽപ്പെട്ടതാണ് അള്ളാഹുവിനോടുള്ളതായ മുനാജാത്ത്, കൃത്യമായിട്ട് ആത്മാർത്ഥതയോടുള്ളതായ മുനാജാത്ത് വർദ്ധിപ്പിക്കുക. നബിമാർക്കൊക്കെ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ സാധിച്ചത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി, നന്മകൾ അവര് ഖൈറാത്തിൽ അവര് ധൃതി കൂട്ടലാണ്, മത്സരിക്കലാണ്. യുസാരിഊന ഫിൽ
ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബ. അവര് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ആകാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവിനെ ആരാധിക്കാറുണ്ടായിരുന്നു, അവർ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാനൂ ലനാ ഖാശിഈൻ. അള്ളാഹ് പറയുന്നു, ആ മഹാത്മാക്കളാകുന്ന നബിമാർ നമ്മെ അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. അതുപോലെ നാമും അള്ളാഹുവിനെ ഭയപ്പെടുന്നതുപോലെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പാടുപെടുകയും മദീന ഇമാം ഉണർത്തിയതായ ഈ രൂപത്തിലുള്ളതായ വജ്ലുൽ ഖൽബി എന്നതായ ഭയപ്പെടുന്ന ഹൃദയം, അള്ളാഹുവിനെ ഭക്തിയോടുകൂടി അള്ളാഹുവിനെ ഖുശൂഅോടുകൂടി ഖുദൂഅോടുകൂടി വജ്ലുൽ ഖൽബി എന്നതായ പ്രത്യേകത ഉൾക്കൊള്ളുന്ന ഹൃദയത്തിനുടമയായി മാറാൻ നാം പരിശ്രമിക്കുകയും മദീന ഇമാം പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് തഫ്തീസ് ചെയ്യുക, ഒന്ന് പരിശോധിക്കുക. ഈ അള്ളാഹു പറഞ്ഞ രൂപത്തിലാണോ എന്റെ ഹൃദയം എന്ന് പരിശോധിക്കുക. വീഴ്ചയുണ്ടെങ്കിൽ അകറ്റാൻ വേണ്ടി പാടുപെടുക. അങ്ങനെയുള്ളതായ പ്രത്യേകതകൾ നേടിയെടുക്കാനുള്ളതായ തൗഫീഖ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു നമുക്ക് ഏവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. മക്ക ഇമാം പറഞ്ഞതായ ആ വിഷയം അനുസരിച്ചും ആ വിശാലമായ അള്ളാഹുവിന്റെ റസൂലിനുള്ളതായ അനുസരണം എന്ന വിഷയം വേണ്ടതുപോലെ പഠിക്കേണ്ടതുപോലെ പഠിക്കേണ്ടവരിൽ നിന്നിട്ട് പഠിക്കേണ്ട സ്ഥലത്തിൽ നിന്നിട്ട് പഠിച്ച് അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിപൂർണ്ണ പിന്തുടർച്ച ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തുപ്പാക്കി മാറ്റട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. നമ്മിൽ നിന്നിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു നിന്നിട്ടുള്ള രോഗികളുടെ രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തുമാറാകട്ടെ. നമുക്കും പരിപൂർണ്ണ ആരോഗ്യവും ആഫിയത്തും അല്ലാഹു ഒരു മതത്തിൽ അടിയുറച്ച് നിന്ന് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.